സുഹൃത്തുക്കളെ നമസ്കാരം. മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കന്യാകുമാരി ജില്ലയിലെ വിളവങ്കോട്, കൽക്കുളം താലൂക്കുകളെ സംബന്ധിച്ച് റബ്ബർ വെട്ട് ഒരു പ്രധാന ഉപജീവന മാർഗമാണ്. ഗവൺമെൻറ് ജോലി ഉള്ള സുഹൃത്തുക്കൾ പോലും രാവിലെ അവരുടെ സ്വന്തം മരം ടാപ്പ് ചെയ്ത് പാലൊക്കെ ശേഖരിച്ചിട്ടാണ് ഓഫീസിൽ പോലും പോകുന്നത്. അപ്പോൾ ഈ ജില്ലയെ സംബന്ധിച്ച് ഇതൊരു പ്രധാന തൊഴിലാണ്. ഈ തൊഴിലിൽ 35 കൊല്ലത്തെ അനുഭവ സമ്പത്തുള്ള ഒരു മാന്യ വ്യക്തിയാണ് ശ്രീ വിവേകാനന്ദൻ. അദ്ദേഹമാണ് ഇന്ന് നമ്മുടെ അതിഥി. അദ്ദേഹത്തിലേക്ക് നമസ്കാരം. താങ്കൾ തുടങ്ങിയ കാലത്ത് 35 വർഷങ്ങൾക്ക് മുമ്പ് ടാപ്പിംഗ് എന്ന തൊഴിലിലേക്ക് വരുന്ന ആ കാലഘട്ടത്തിലും ഇപ്പോഴത്തെ നിലവിലുള്ള ആ ഒരു കൂലിയെക്കുറിച്ചൊന്ന് താരതമ്യം ചെയ്യാമോ? ആ ഒരു കൂലി വ്യവസ്ഥ. അത് തീർച്ചയായിട്ടും ശക്തമായ സമരങ്ങൾ. ആ സമരത്തെപ്പറ്റി പറഞ്ഞാൽ കാട്ടുവേല തൊഴിലാളി, ഫാക്ടറി തൊഴിലാളി, ടാപ്പിംഗ് തൊഴിലാളി. ഈ കാട്ടുവേല തൊഴിലാളികളെയും ഫാക്ടറി തൊഴിലാളികൾക്കും അവർക്ക് വേണ്ടി ഉള്ള ആനുകൂല്യം കിട്ടുന്ന നിലയ്ക്ക് വേണ്ടി ഈ ടാപ്പിംഗ് തൊഴിലാളിയാണ് ജീവത്യാഗം ചെയ്യുന്നത്. അത് നീണ്ട പണിമുടക്കുകൾ നടത്തി. ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്ലാന്റേഷൻ ലേബർ ചട്ടം നടപ്പിലാക്കുന്നതിന് ഈ ടാപ്പിംഗ് തൊഴിലാളി ആണ് മുൻകൈ എടുത്തത്. പ്രത്യേകിച്ച് പറഞ്ഞാൽ ആദ്യകാലത്ത് ഈ ഭാഗത്തൊക്കെ കേരളത്തിലുള്ള തൊഴിലാളികളാണ് വന്ന് ഇവിടെയുള്ള തൊഴിലാളികളെ തൊഴിൽ പഠിപ്പിച്ച് ഇവിടെ മിടുക്കന്മാരാക്കിയത് കേരളത്തിൽ വന്ന തൊഴിലാളികളാണ്. അവർ ബ്രാഹ്മണനും ക്ഷത്രിയനും ഒഴിച്ച് ബാക്കി എല്ലാ സമുദായക്കാരും ഈ മേഖലയിലുണ്ടായിരുന്നു. എല്ലാം ഒരു മനസ്സായി ഇവിടുത്തെ ഈ പ്രദേശത്തുള്ള ജനങ്ങൾക്ക് എന്ത് പ്രയാസം വന്നാലും ഇവർ ഓടിയെത്തി അതിന് പരിഹാരം കാണുന്ന നിലയ്ക്ക് ഒരു നല്ല ഒരു മാതൃകയായി ഒരു മനുഷ്യത്വം ഇവിടെയുള്ള ആളുകളെ പഠിപ്പിച്ചത് കേരളത്തിന് വന്ന തൊഴിലാളികളാണ്. അപ്പോൾ ഈ തൊഴിലിൻ്റെ ഈ ഒരു ഭാവി ആ ഒരു അവസ്ഥയെക്കുറിച്ച് എന്താണ് പ്രതികരണം? ഭാവി ഇനി പഴയ ഇതും ഇപ്പോഴത്തെ ഇതും തൊഴിലാളികളുടെ ഭാവി വളരെ അടഞ്ഞതാണ്. അവർ നാശപാതയിലേക്ക് തള്ളിവിട്ടിരിക്കുന്നു. അപ്പോൾ ശ്രീ വിവേകാനന്ദൻ എന്ന അനുഭവ സമ്പന്നനായ മുൻ തൊഴിലാളി, അദ്ദേഹം തൻ്റെ അനുഭവങ്ങളാണ് ഇവിടെ പങ്കുവച്ചത്. അപ്പോൾ അദ്ദേഹത്തോട് നന്ദി പ്രകാശിപ്പിക്കാം. നന്ദി, നമസ്കാരം.